എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് കൂർക്ക മെഴുക്ക് പുരട്ടിയാണേ. ഒരു സീസണിലേ നമുക്കൊക്കെ കൂർക്കയൊക്കെ കിട്ടത്തുള്ളല്ലോ. അപ്പോൾ ഈ കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കയ്യിൽ കറ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നമുക്ക് കൂർക്ക ഉണ്ടാക്കിയായിരുന്നു. ഇവിടെ കൂർക്ക തുടങ്ങിയാൽ പിന്നെ ആ സീസൺ തുടങ്ങി എന്നും കൂർക്ക കാണും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തത് ഇതേ ഗ്ലൗസാണ്. ഗ്ലൗസ് ഇട്ടേച്ച് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒട്ടും കറ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഗ്ലൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ടേച്ച് ഇങ്ങനെ അരിഞ്ഞാലും മതി. പക്ഷേ ഭയങ്കര താമസമാണ് നമുക്ക് ജോലി ചെയ്യാൻ. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ഉണക്കി സൂക്ഷിച്ചാൽ മതിയേ. ഇത് നമ്മൾ കഴുകി കൂർക്ക ക്ലീൻ ആക്കിയിട്ട് കഴുകുമ്പോഴും ഈ കൂർക്ക കഴുകിയെടുക്കണമല്ലോ. അന്നേരം ഈ ഗ്ലൗസ് ഇട്ട് തന്നെ കഴുകിയെടുത്താൽ മതിയേ. എന്നിട്ട് അത് നോർമൽ പ്ലേസിൽ അകത്ത് വെച്ച് തന്നെ വെയിലത്ത് ഉണക്കരുത്. അല്ലാണ്ട് തന്നെ ഈ ഗ്ലൗസ് ഉണക്കി വെച്ചാൽ മതി. നാളെ ഇത് എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് കുറേ പ്രാവശ്യം ഞാനിത് ഉപയോഗിക്കും. ഒരു സീസൺ മുഴുവൻ നമുക്ക് കൂർക്ക എപ്പോൾ വരെ ഉണ്ടോ അന്നും എല്ലാം ഇതിവിടെ മേടിച്ചുകൊണ്ട് വരും. അപ്പം ഇത് കണ്ടോ, ഞാൻ ആ ഗ്ലൗസ് ഇട്ട് തന്നെയാണ് ഇത് കഴുകിയേക്കുന്നത്. അന്നേരം അത് പിന്നെ കട്ട പിടിച്ച് പോകുക അല്ലെങ്കിൽ ഗ്ലൗസ് കേട് അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. വെയിലത്ത് ഉണങ്ങാതിരുന്നാൽ മതിയേ. പിന്നെ നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു തുള്ളി പോലും കറ പറ്റിയിട്ടില്ലേ. പിന്നെ വലത് കയ്യിൽ നമ്മൾ കത്തി പിടിക്കുന്നതുകൊണ്ട് ഇടത് കയ്യിൽ മാത്രം ഗ്ലൗസ് ഇട്ടാൽ മതി. വലത് കയ്യിൽ അങ്ങനെ ഒട്ടും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഉണങ്ങുമ്പോൾ ഇതുപോലെ ഈ ഗ്ലൗസിൻ്റെ ആ വിരലുകൾ സെപ്പറേറ്റ് ആക്കി അകത്ത് വെച്ച് ഉണക്കിയാൽ മതി. വെയിലത്തിടല്ലേ. ഇത്രേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട് നമുക്ക് കൂർക്ക ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കയ്യെ കറ പറ്റുമെന്ന് ഓർത്തുകൊണ്ട് ആരും ചെയ്യാതിരിക്കേണ്ട. പിന്നെ ഒരു വലിയ സവാളയും ഒരു 2 കരിയാപ്പിലയും ഒരു പച്ചമുളകും വേണേ. അത് ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിക്കഴിയുമ്പം ആ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വന്നാൽ മതി. ഗോൾഡൻ ബ്രൗൺ ആകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇത്രയും മതിയേ. അന്നേരം നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാല. ഇപ്പോൾ കുറച്ച് കൂർക്ക ഇവിടെ നമുക്ക് കുറച്ച് എരിവ് മതിയേ. കുറച്ച് കൂർക്കയുള്ളത്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ആയിട്ടുള്ളൂ. എരിവനുസരിച്ചിട്ടാണേ. 1/2 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ പൊടിയുടെയും പച്ചച്ചവ് പോയി കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് അടുത്ത് വെള്ളം, കൂർക്കയുടെ ഒരു അളവനുസരിച്ച് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അന്നേരം ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2-3 കഷ്ണം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്ത് ഓപ്ഷനല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അത് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒത്തിരി പേര് കാണും, ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഉണ്ട്. ഞാനിത് കാണിച്ചതേ ഉള്ളേ. എന്നിട്ട് നമ്മുടെ കൂർക്ക ക്ലീൻ ആക്കി വെച്ചേക്കുന്ന കൂർക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് കുക്ക് ചെയ്യണം. ആ വെള്ളം വറ്റി വരണം. പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റി വന്നോളും കേട്ടോ. ആ വെള്ളം വറ്റുമ്പോൾ കൂർക്ക നല്ലപോലെ വെന്തതാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ മൂടണ്ടേ. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു ചെറിയ ഒരു നനവോട് കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ റെഡിയാവും കേട്ടോ. കണ്ടോ, നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ഇനിയിപ്പം ജോലിക്ക് പോകുന്നവരും പുറത്തോട്ടൊക്കെ പോകുന്നവരൊക്കെ കയ്യിൽ കറ പറ്റുമെന്ന് ഓർത്തുകൊണ്ട് കൂർക്ക ഉണ്ടാക്കാതിരിക്കേണ്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വരത്തില്ല കേട്ടോ. അല്ലെങ്കിൽ എത്ര നമ്മൾ ഈ കല്ലിലൊക്കെ ഇട്ട് വരയ്ക്കുമ്പോഴേ നമ്മുടെ കൈയൊക്കെ തൊലിയൊക്കെ പോയി കറ പറ്റുമ്പോൾ അത് കളയണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.